ഹലോ ഹലോ ഹലോ. ഇപ്പോൾ ചക്ക സീസൺ അല്ലേ. അപ്പോൾ വിചാരിച്ചു ഷെഫിൻ്റെ ഒരു വൈറലായിട്ടുള്ള ചക്ക പുതപ്പിച്ചത് പഴം പുതപ്പിച്ചത് അതുണ്ടാക്കാൻ വിചാരിച്ചു. അതിനുവേണ്ടി തേങ്ങാപ്പാൽ വേണം. അതിനുവേണ്ടി തേങ്ങ ചേരേണ്ടതുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചക്കയുടെ സീഡൊക്കെ മാറ്റി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തപ്പഴം, പിന്നെ തേങ്ങാപ്പാൽ. ഇത് മൂന്നും മാത്രം മതി കേട്ടോ. ഫസ്റ്റ് തന്നെ തേങ്ങാപ്പാൽ എടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള പാലാണേ. പിന്നെ വേണ്ടത് ബട്ടർ. ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചക്കേനെ ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചെറുതല്ല, അന്ന് ഇത്തിരി വലുതും. നല്ലോണം മിക്സ് ചെയ്യുക. ആ ചക്കയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ ചക്കനെ ഒന്ന് വാട്ടിയെടുക്കുക. ഉടയണ്ട, വാട്ടിയെടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കാം. ഒരു 4-5 ഏലക്ക എടുത്ത് പഞ്ചാര ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് പൊടിച്ചാൽ കിട്ടില്ലല്ലോ പറഞ്ഞിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ചക്ക ഓൾമോസ്റ്റ് ഒന്ന് ഇതായി വരുന്നുണ്ട്. ഇനി ഇതിനെ ഒരു പാനിൻ്റെ സൈഡിലേക്ക് നീക്കി വെക്കാം. സെയിം പാനിൽ തന്നെ നമുക്ക് ഏത്തപ്പഴത്തിനെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത്തിരി ബട്ടർ ഇടാം കേട്ടോ. ഞാൻ ഇട്ടില്ല. ഓൾമോസ്റ്റ് അതിൽ നല്ല ബട്ടർ ഉണ്ട്. ചക്ക ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി പഴം ഒന്നാവട്ടെ. പഴം ഇതേമാതിരി റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം നൈസായിട്ട്. പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം രണ്ടും കൂടി. ഇനി ഈ ടൈമിൽ നമുക്ക് ഷുഗറിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. അതിലേക്ക് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആക്കി എടുക്കാം. ഷുഗർ മെൽറ്റായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റും സൈഡ് ഡിഷായിട്ട്. ഷുഗർ ഓൾമോസ്റ്റ് മെൽറ്റ് ആവുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു കളർ ചേഞ്ചില്ലേ, ഒരുപാട് ബ്രൗണായി കരിഞ്ഞ് ടേസ്റ്റ് ആവരുത്. ഒരു ബ്രൗൺ വരുമ്പോൾ തന്നെ മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഷുഗർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. ചക്കയുടെ സീസൺ തീരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യും. ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അതൊരു മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ അത്രയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെക്കണം കേട്ടോ. ഇതൊന്നും അതിൽ കിടന്ന് കുറുകട്ടെ. ഈ ടൈമിൽ നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചാരയും ഏലക്കപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. പിന്നെ ബാക്കി വന്ന തേങ്ങാപ്പാലിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി മിക്സ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകായി നമുക്ക് സെറ്റാവും. ഒരു 2 മിനിറ്റ്സ് കൂടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഓഫാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇടിയപ്പം ഉണ്ടാക്കണം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പത്തിൻ്റെ പാത്രമൊക്കെ നല്ലോണം ഓയിൽ ചെയ്തെടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് ഇടിയപ്പം ഓരോന്നായിട്ട് പീച്ചെടുക്കാം. പുട്ടിൻ്റെ കൂടെ ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പത്തിന്
കൂടി എനിക്ക് അത്ര പോകില്ല. പുട്ടും ഇടിയപ്പവും പഴം പൊതിപ്പിച്ചത് സൂപ്പറാണ്. എന്തേ പേര് വന്നെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് 1.5 വെള്ളം വേണം കേട്ടോ. 2 ഒരുപാടായി പോവും. 1.25. എന്നിട്ട് ഇളക്കുക നല്ലോണം. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് ഇളക്കുക. അതിൻ്റെ ഉള്ളിൽ കയറ്റുക. പിച്ച ഒരു കൈ വെച്ച് പീസണോണ്ടാണ്ടോ വീഡിയോ ഒരുമാതിരി ആയിപ്പോയത്. പിന്നെ ആവിക്ക് വെച്ചിട്ടുണ്ട്. കുക്കായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നല്ല ചൂട് ഇടിയപ്പവും പഴം പൊതിപ്പിച്ചതും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഒരിടയ്ക്ക് ഇത് ഭയങ്കര വൈറലായിരുന്നു. നമ്മളുണ്ടാക്കാൻ ലേറ്റായി, അത്ര തന്നെ. നല്ല ക്രീമാണ് കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറാണ്. നല്ല സ്വീറ്റാണ്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടം. ആ ചക്കയും പഴവും തേങ്ങാപ്പാലെല്ലാം കൂടി വരുമ്പോൾ ഒരു അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.